മിൽക്കി മീസ് പ്രസൻസ് മാജിക് അവനിലേക്ക് സ്വാഗതം. മാജിക് അവനിൽ സാധാരണയായിട്ട് നമ്മൾ മധുരം മാത്രമല്ല കാണിക്കാറ്, ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റവും പിന്നെന്താ പറയുക ലഞ്ച് ഐറ്റംസും പിന്നെ നോൺ വെജും എല്ലാം കൂടെ ഒരു പുഡിങ്സും ഒക്കെ കൂടി ചേർന്നൊരു സമ്മിശ്ര സമ്മേളനമാണല്ലോ. അപ്പോൾ പല സമയത്തും പല രീതിയിലാണ് നമ്മൾ വിഭവങ്ങളൊക്കെ തയ്യാറാക്കുന്നത്. അപ്പോൾ വർഷങ്ങളായി നമ്മൾ പല പല കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ നോക്കുന്നുണ്ട് മാജിക് അവനിലൂടെ. അപ്പോൾ നോൺ വെജിൻ്റെ കാര്യത്തിൽ ചിക്കൻ എല്ലാവരുടെയും ഫേവറേറ്റാണ്. അപ്പോൾ ചിക്കൻ കൊണ്ട് തന്നെ നമ്മൾ എത്ര വിഭവങ്ങൾ ചെയ്ത് കഴിഞ്ഞു എങ്കിലും തീരുന്നില്ല ആ ലിസ്റ്റ്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ റെസ്റ്റോറൻറ്റ്സിൽ പോയാലും അല്ലാതെ നമ്മൾ എങ്ങോട്ട് നോക്കിയാലും അഫ്ഗാനി ചിക്കൻ വളരെ പോപ്പുലറാണ്. അപ്പോൾ കാലം മാറുന്നതിനനുസരിച്ച് വിഭവങ്ങളുടെ എണ്ണവും പിന്നെന്താ പറയുക അതിൻ്റെ അവൈലബിലിറ്റിയും അതുപോലെ നമ്മൾക്ക് കഴിക്കാൻ കിട്ടുന്നതും. കാര്യം ഇപ്പോൾ ഒരു ഗ്ലോബൽ മാർക്കറ്റാണ്, ഒരുപാട് ആൾക്കാർ സഞ്ചരിക്കുന്നുണ്ട്. അങ്ങനെ പല പല രാജ്യങ്ങളിൽ നിന്നുള്ള വിഭവങ്ങൾ പോലും നമുക്ക് നമ്മുടെ തീന്മേശപ്പുറത്ത് നമുക്ക് ഉണ്ടാക്കി വെക്കാൻ പറ്റും. റെസ്റ്റോറൻറ്റ്സിൽ പോയാലും നമുക്ക് ഓർഡർ ചെയ്ത് കഴിക്കാൻ പറ്റും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഈ അഫ്ഗാനി ചിക്കൻ എന്നുള്ളത് വളരെ പോപ്പുലറാണ്. ഈ അടുത്ത കാലത്തായിട്ട് അത് ഭയങ്കര എന്താ പറയുക ഒരു വൈറൽ റെസിപ്പി ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ മാജിക് അവനിൽ നമുക്കൊരു അഫ്ഗാനി ചിക്കൻ ഉണ്ടാക്കണ്ടേ? തീർച്ചയായിട്ടും ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ ഇന്നൊരു അഫ്ഗാനി ചിക്കനാണ് തയ്യാറാക്കാൻ പോകുന്നത്. അഫ്ഗാനി ചിക്കൻ ചേരുവകൾ: ചിക്കൻ 1.25 കിലോ 20 കഷ്ണങ്ങളായിട്ട് മുറിച്ചത്. ഫസ്റ്റ് മാരിനേഷന് വേണ്ട ചേരുവകൾ: നാരങ്ങാനീര് 1.5 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ആകാം, ചാട്ട് മസാല 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ആകാം. ഇനി രണ്ടാമത്തെ മാരിനേഷന് വേണ്ടിയിട്ടുള്ള ചേരുവകൾ: ഇഞ്ചി ഒരു വലിയ കഷ്ണം, വെളുത്തുള്ളി 12 വലിയ അല്ലി, പച്ചമുളക് 8 വലുത്, അണ്ടിപ്പരിപ്പ് 100 ഗ്രാം വെള്ളത്തിൽ കുതിർത്തത്, ഫ്രഷ് ക്രീം 250 ml അഥവാ 1 കപ്പ്, മല്ലിയില 1 കപ്പ്, പുതിനയില 1 കപ്പ്, സവാള 1 വലുത് അല്ലെങ്കിൽ 2 മീഡിയം വലിയ ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ചത്, നല്ല കട്ടിയുള്ള തൈര് 1 കപ്പ്, കസൂരി മേത്തി പൗഡർ 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ആകാം, ഗരം മസാല പൊടി 1/2 ടീസ്പൂൺ. ഇനി മറ്റു ചേരുവകൾ: ബേ ലീഫ് 2 എണ്ണം, പട്ട 1 വലിയ കഷ്ണം, ഏലക്ക 6 എണ്ണം, ഗ്രാമ്പു 7 8, വെണ്ണ 100 ഗ്രാം, നെയ്യ് 100 ഗ്രാം, ഉപ്പ് ആവശ്യാനുസരണം. അപ്പോൾ ഇത് ഏകദേശം ഒരു 1.25 കിലോ ചിക്കൻ ഉണ്ട്. ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് ഒരു 20 പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാലിൻ്റെ പീസ് ഒരു കോഴിക്ക് 2 കാലേ ഉള്ളൂ, അത് കാരണം വരഞ്ഞ് വെച്ചിട്ടുണ്ട് കാല്. ഇൻ കേസ് ഇതല്ല, ചില ആൾക്കാരൊക്കെ ആണെങ്കിൽ ചില റെസ്റ്റോറൻറ്റ്സിൽ ലെഗ് പീസ് മാത്രം വെച്ചിട്ടും അഫ്ഗാനി ചിക്കൻ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ നമ്മൾ ഹോൾ ചിക്കനിലാണ് ചെയ്യുന്നത്. അപ്പോൾ 1.25 കിലോ ചിക്കൻ്റെ അളവാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ചിക്കൻ ആദ്യം ഒന്ന് മാറിനേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് പുരട്ടി വയ്ക്കാം. ഈ മാറിനേഷൻ എന്ന് പറയുമ്പോൾ ഓവർനൈറ്റ് മാറിനേഷൻ ആയിരിക്കും ഇതിന് ഏറ്റവും നല്ലത്. അപ്പോൾ തലേദിവസം തന്നെ മാറിനേറ്റ് ചെയ്ത് നന്നായിട്ട് ക്ലിംഗ് ഫിലിം കൊണ്ടെല്ലാം കവർ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ പിറ്റേ ദിവസത്തേക്ക് നന്നായിട്ടും അതിൽ മാറിനേഷൻ പിടിച്ചിട്ടുണ്ടാകും. നല്ല ചിക്കൻ നല്ല സോഫ്റ്റ് ആയിരിക്കും, നല്ല ഉള്ളിലേക്കൊക്കെ ഉപ്പും മസാല എന്തൊക്കെയാണോ നമ്മൾ ചേർക്കുന്നതെല്ലാം പറ്റിയിട്ടുണ്ടാകും. പക്ഷെ നമുക്ക് കുറച്ച് സമയക്കുറവുണ്ട്, അതുകൊണ്ട് നമ്മളൊരു അരമണിക്കൂറെങ്കിലും മാറിനേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ തലേദിവസം വയ്ക്കുക അല്ലെങ്കിൽ രാവിലെ ചെയ്യുക, ഒരു 4 5 6 മണിക്കൂർ മാറിനേറ്റ് ചെയ്യാനായിട്ട് സമയം കൊടുക്കുക. ആദ്യം തന്നെ ചിക്കൻ്റെ പീസസിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഓക്കെ, ഒന്ന് ഉപ്പ്, ചിക്കനിൽ പിടിക്കാൻ ആവശ്യമുള്ള ഉപ്പ്, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഒരുപാടൊന്നും വേണമെന്നില്ല, ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, തരിതരിപ്പായിട്ട് പൊടിച്ചതായാലും മതി. പിന്നെ കറുപ്പല്ല വൈറ്റ് ആണെങ്കിലും ഓക്കെയാണ്. ഇതിന് പൊതുവേ ഈ ഒരു അഫ്ഗാനി ചിക്കന് വളരെ ലൈറ്റായിട്ടൊരു കളറാണ്. പിന്നെ നാരങ്ങാനീര്, ഇതിപ്പോൾ ഒരു നാരങ്ങയുടെ നീര് ചേർക്കാം. ഏകദേശം 1.5 ടേബിൾ സ്പൂൺ ഉണ്ടെന്ന് പറയാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചാട്ട് മസാല വാങ്ങാൻ കിട്ടും, അത് വാങ്ങിയിട്ട് ഇതിൽ ഉപയോഗിക്കാം. നിർബന്ധമില്ല, ഇതിലിപ്പോൾ ഏത് കാര്യം ഇപ്പോൾ ഞാൻ പറയാം, ചാട്ട് മസാല നിങ്ങൾക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ ജനറലി അതും കൂടിയൊക്കെ ചേർത്താൽ നല്ലതായിരിക്കും. ഈ അഫ്ഗാനി ചിക്കൻ ശരിക്കും പറഞ്ഞാൽ ഒരു മാറിനേഷനൊക്കെ കഴിഞ്ഞ് കുറച്ച് ഇനി ഒരു എക്സ്ട്രാ മാറിനേഷൻ വേറെ കൊടുക്കും. അതും എല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് ഗ്രില്ല് ചെയ്തെടുത്തിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ആപ്റ്റ്. അപ്പോൾ അത് ഓവനിൽ വെച്ച് അല്ലെങ്കിൽ ഗ്രില്ലിൽ വെച്ച് ഗ്രില്ല് ചെയ്യാം, അല്ലെങ്കിൽ പാനിൽ വെച്ചിട്ട് അടുപ്പിൽ വെച്ച് തന്നെ ഗ്രില്ല് ചെയ്തെടുക്കാം. ഗ്രിൽ മീൻസ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് തിരിച്ചു മറിച്ച് നോക്കിയിട്ട് ഡീപ് ഫ്രൈ അല്ല, കുറച്ച് ബട്ടറിലോ നെയ്യിലോ ചെയ്യാം. അതാകുമ്പോൾ അത് വേറൊരു സ്റ്റൈലായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഗ്രില്ല് ചെയ്ത് ചെയ്യുന്നൊരു കാര്യം ആകുന്നതുകൊണ്ട് തന്നെ ചാട്ട് മസാലയൊക്കെ അതിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കും. അപ്പോൾ ഇതിപ്പോൾ ചാട്ട് മസാലയും കുരുമുളക് പൊടി, നാരങ്ങാനീര്, പിന്നെ കുറച്ച് ഉപ്പ്, ഇത്രയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇത്രയും മതി. ഇത് മാറ്റി വയ്ക്കാം. ഞാനൊരു അരമണിക്കൂറേ മാറ്റി വയ്ക്കുന്നുള്ളൂ. നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് ഒരു ആദ്യത്തെ മാറിനേഷൻ ഒരു 1 മണിക്കൂറൊക്കെ ചെയ്യാം. അത് കഴിഞ്ഞ് സെക്കൻഡ് മാറിനേഷൻ ഇതിൽ ചേർത്തിട്ട് പിന്നെ ഒരു 4 5 6 മണിക്കൂർ മാറ്റി വയ്ക്കുക. അതായിരിക്കും അതല്ലേ ഓവർനൈറ്റ് വയ്ക്കുക. ഇതിപ്പോൾ ഒരു അരമണിക്കൂർ സമയത്തേക്ക് ഞാൻ മാറ്റി വയ്ക്കുന്നു.
ഇനി ഒരു സെക്കൻഡ് മാരിനേഷന് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചേർത്തിട്ട് നമുക്ക് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു ഗ്രേവി എന്ന് പറഞ്ഞാൽ ഒരു പച്ച നിറം, ലൈറ്റ് ഒരു ഗ്രീൻ പിസ്ത ഷെയ്ഡായിട്ട് വരും. അതിൻ്റെ കൂടെ ഈ ഗ്രേവി എല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ കുറച്ചൊരു കളർ ഡിഫറൻസ് ഉണ്ട്, എക്സാക്റ്റ് പിസ്ത കളറായിരിക്കില്ല. അപ്പോൾ ഇതിന് ആദ്യമായിട്ട് വേണ്ടത്, ഇതിപ്പോൾ ഞാൻ ഇടത്തരം സൈസിൽ, അതായത് ചെറിയ ഉള്ളിയാണെങ്കിൽ 2 എടുക്കുക, ഇടത്തരമാണെങ്കിലും 1.5 എടുക്കുക, വലിയ ഉള്ളിയാണെങ്കിൽ 1 വലുതെടുക്കുക. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ 3 ചെറിയ സവാളയായിരുന്നു, അതെല്ലാം കൂടി ചേർന്നിട്ട് ഇത്രയുണ്ട്. ഓക്കെ, അപ്പോൾ 2 ഇടത്തരം സൈസിലെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു 1.5. ഓക്കെ, ഇത്രയും. അതിലേക്ക് എരിവിനനുസരിച്ചിട്ടാണ് പച്ചമുളക് 8, 9, 10. ഞാനിപ്പോൾ ഒരു 8 പച്ചമുളക് ചേർക്കുന്നു. കുറച്ച് കുരുമുളക് പൊടി നമ്മൾ ചിക്കനിൽ ചേർത്താം, അത് അധികമൊന്നുമില്ല, 1/2 ടീസ്പൂണേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് മുറിച്ചിടാം. എല്ലാം ഇനി ഗ്രീൻസാണ് ഇതിൽ വരാൻ പോണേ. പിന്നെ വരുന്നത് വെളുത്തുള്ളി ഏകദേശം ഒരു 10-12 അല്ലി വെളുത്തുള്ളി. ഒരു വലിയ കഷ്ണം ഇഞ്ചിയായിരുന്നു, അത് ഞാനിങ്ങനെ 3ആയിട്ട് മുറിച്ചിട്ടുണ്ട്. പിന്നെ വേണ്ട കാര്യം എന്ന് പറയുമ്പോൾ, അതായത് അണ്ടിപ്പരിപ്പ് കുറച്ച് കൂടുതൽ വേണം. ഇതൊരു 100 ഗ്രാം അണ്ടിപ്പരിപ്പ് വെള്ളത്തിൽ കുതിർത്തത്. പിന്നെ പുതിന, ഒരു പിടി പുതിനയില, അതുപോലെ മല്ലിയില, അതും ഒരു നിറച്ചെടുക്കുന്നു. യെസ്, ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് അരയ്ക്കേണ്ടത്. ആദ്യത്തെ ഒരു ഗ്രൈൻഡിങ്, ഇത് ഒന്ന് ഗ്രൈൻഡായി വരുമ്പോൾ ഇത് താഴേക്ക് പോകും കേട്ടോ. അത് കഴിഞ്ഞിട്ട് 1-2 കാര്യം കൂടി ഉണ്ട്. ഓക്കെ, ഇത് നമുക്ക് ഒന്ന് അരച്ചിട്ട് വരാം. അപ്പോൾ അതേ നമ്മുടെ പേസ്റ്റ് രൂപത്തിലായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് 2 കാര്യങ്ങൾ, അതായത് ഇത് 1 കപ്പ് തൈര്. ഇത് നമ്മൾ മിൽക്കി മിസ്റ്റിൻ്റെ തൈരാണ് ഉപയോഗിക്കുന്നത്. ഞാനത് ആ ഒരു എന്താ പറയുക പാക്കിൽ നിന്നും പുറത്തേക്ക് എടുത്തുന്നേ ഉള്ളൂ, അളന്ന്. നല്ല കട്ടിയുള്ള തൈര്. പിന്നെ അതുപോലെ 1 കപ്പ് ഫ്രഷ് ക്രീം. അപ്പോൾ ഫ്രഷ് ക്രീമും മിൽക്കി മിസ്റ്റിൻ്റെ തന്നെയാണ്, അതിൻ്റെ ഒരു പാക്കറ്റ്. ഓക്കെ, 250 ml ഒരു പാക്കറ്റ് എടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 1 കപ്പ് തന്നെയാണ്. ഇതും കൂടി ചേർത്തിട്ട് ഒരു പ്രാവശ്യം കൂടി ഒന്ന് ബീറ്റ് ചെയ്തിട്ട് തിരിച്ചു വരും. ഇനി ഇതും കൂടി ചേർത്തിട്ട് ഒരു പ്രാവശ്യം കൂടി ഒന്ന് ബീറ്റ് ചെയ്തിട്ട് വരാം. ഒരുപാട് അരിയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മതി, മിക്സായി കിട്ടണം, അത്രേ ഉള്ളൂ. അങ്ങനെ ഫൈനലായിട്ട് ഒരു 2 പ്രാവശ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് നോക്കിയുള്ളൂ. ഇത് വളരെ റിച്ചായിട്ടുള്ളൊരു ഗ്രേവിയാണ്, കണ്ടല്ലോ, ഒരു രക്ഷയുമില്ലാത്ത റിച്ച്നെസ്സാണ് ഇതിന്. ഒരു പിസ്ത ഗ്രീൻ കളർ, ഇത്രയേ ഉള്ളൂ. എന്ത് എളുപ്പമാണെന്നറിയാം അഫ്ഗാനി ചിക്കൻ ഉണ്ടാക്കാൻ. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ 1/2 മണിക്കൂറായി. നമ്മുടെ ആദ്യത്തെ മാരിനേഷനെല്ലാം പുരട്ടി ചിക്കൻ മാറ്റി വെച്ചിരുന്നു, അത് തിരിച്ചു കൊണ്ടുവരാം. ഇനി ഇതിലേക്കാണ് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു കൂട്ട്. കംപ്ലീറ്റ് എടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഇതാണ് സെക്കൻഡ് മാരിനേഷൻ ആൻഡ് ദ ഫൈനൽ മാരിനേഷൻ. ഈ ഒരു കൂട്ടിലാണ് ഇതിങ്ങനെ കിടക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, തലേ ദിവസം രാത്രി ഇങ്ങനെ ചെയ്തിട്ട് ക്ലിംഗ് ഫിലിം കൊണ്ട് റാപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ വെച്ചേക്കുക. പിറ്റേ ദിവസം ഉണ്ടാക്കാൻ സമയത്ത് എടുത്താൽ ഈ കാര്യങ്ങളെല്ലാം നന്നായിട്ട് പിടിക്കും ഉള്ളിലേക്കൊക്കെ, നല്ല ഫ്ലേവർ ഇറങ്ങും. ഓക്കെ, ഇത് ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ തൽക്കാലം നമ്മൾ ചെയ്യുന്നത്. ഇനി ഞാനിത് കുറച്ച് നേരം എന്തായാലും മാറ്റി വയ്ക്കാം. ഓവർനൈറ്റ് വയ്ക്കാൻ സമയമില്ലല്ലോ, 4-5 മണിക്കൂർ വയ്ക്കാനും സമയമില്ല. പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ ചെയ്യണം. ഓക്കെ, നല്ല റിച്ചായിട്ടുള്ളൊരു ഗ്രേവിയാണ്, റിച്ച്. ഇനി ഇത് കുറേ നേരം കഴിഞ്ഞിട്ട് ഇതിൽ നിന്നും പീസസ് ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്തിട്ട് എക്സസ് വരുന്നത് ഇങ്ങനെ കളഞ്ഞിട്ട് ഗ്രില്ല് ചെയ്തെടുക്കുകയാണ് സാധാരണഗതി ചെയ്യുന്നത്. നമുക്ക് പാൻ ഗ്രില്ല് ചെയ്യാം. പാനിൽ നമ്മുടെ അടുപ്പ് കത്തിച്ചിട്ട് ഒരു ഫ്രൈയിങ് പാനോ അങ്ങനത്തെ ഏതെങ്കിലും തവയോ വെച്ചിട്ട് കുറച്ച് ബട്ടർ അല്ലെങ്കിൽ ഗീ വെച്ചിട്ട് ഇതിങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടൊന്ന് മൊരിച്ചെടുക്കാം. ഇത് അല്പസമയം റെസ്റ്റ് എടുക്കട്ടെ, അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ കുറച്ച് നേരമായി നമ്മുടെ ചിക്കൻ ഇങ്ങനെ മാരിനേറ്റിൽ ഇങ്ങനെ മുങ്ങി കിടക്കുന്നു. ഇനി നമുക്ക് തുടങ്ങാം ഒരു ചെറിയൊരു ഗ്രില്ലിങ്. ചെറിയ ഗ്രില്ലിങ് എന്ന് പറയുമ്പോൾ ഒരല്പം, ഇതിപ്പോൾ നെയ്യും ബട്ടറും കൂടി ചേർന്ന മിശ്രിതമാണ്, ഒരല്പം ഒഴിക്കാം. ഇത് എന്താ പറയുക, ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഫുൾ റിച്ചാണ്, ക്രീമും കാഷ്യൂ പേസ്റ്റും എല്ലാം ചേർന്ന് വരുന്നതാണല്ലോ. പക്ഷേ ആ ഒരു ഗ്രേവി പോലെയാണ് കിടക്കുന്നത്. ആ ഒരു മാരിനേറ്റിൽ നിന്ന് നമ്മൾ എടുത്തിട്ടാണ് ഇതിലിങ്ങനെ പീസസ് എടുത്ത് വയ്ക്കേണ്ടത്. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും കുറച്ച് ഒരു നെയ്യ് ബട്ടർ കോമ്പിനേഷൻ വന്നു. ഇനി ഇതിലേക്ക്
പീസസ്. ആ ഒരു ലെഗ് പീസും കൂടെ വരട്ടെ. ഒരു 2-3 പ്രാവശ്യമായിട്ട് നമുക്കിതിങ്ങനെ ഗ്രിൽ ചെയ്ത് മാറ്റാം. തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം. ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം, പിന്നെ അത് കഴിഞ്ഞ് അടുത്ത സെറ്റ് വയ്ക്കാം. അപ്പോൾ കുറച്ച് ബട്ടർ ആൻഡ് ഗീ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു സൈഡ് കുറച്ചൊന്ന് ഇടിഞ്ഞു തുടങ്ങി, ഇനി തിരിച്ചിടാം. അങ്ങനെ ഒരു ഗ്രിൽഡ് ഇഫക്റ്റ് കിട്ടും. ഒരുപാട് മരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എങ്കിലും ഒരു സ്മോക്ഡ്. ഇനി മറു സൈഡും കൂടി കുറച്ചൊന്നായി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് മാറ്റാം. എന്നിട്ട് അടുത്ത സെറ്റ് ഇടാം. അങ്ങനെ ഫുൾ ചിക്കനും ഇതുപോലെ ഒന്ന് ഗ്രിൽ ചെയ്തെടുക്കാം. ഇത് പാൻ ഗ്രില്ലിംഗ് ആണ്. ഓവൻ ഉണ്ടെങ്കിൽ ഓവനിൽ വെച്ച് ഗ്രില്ല് ചെയ്യാതാണ് ഏറ്റവും എളുപ്പം. സമയം ലാഭിക്കുക. എല്ലാം കൂടി ഒറ്റ ട്രെയിൽ വെച്ചാൽ മതിയല്ലോ, എളുപ്പത്തിന്. അപ്പോൾ നമുക്കിനി ആ ചിക്കൻ പീസസ് എല്ലാം ഈ തവയിൽ നിന്നും മാറ്റാം. ഏകദേശം ആയിട്ടുണ്ട്. ഒരുപാട് കരിച്ചെടുക്കണ്ട, അങ്ങനെയൊക്കെ മതി. ആഹാ, നല്ല മണം. ഒരു ഗ്രിൽഡ്, ആ ഒരു ഗ്രില്ലിംഗ് മണം വരുന്നുണ്ട്. ഇനി വീണ്ടും കുറച്ച് ഗീ ആൻഡ് ബട്ടർ കോമ്പിനേഷൻ കുറച്ചൊഴിക്കുന്നു. ബാക്കിയിരിക്കുന്ന ചിക്കൻ പീസസും ഇതുപോലെ തന്നെ ഗ്രിൽ ചെയ്ത് മാറ്റും. അപ്പോൾ നമ്മുടെ ചിക്കൻ എല്ലാം ഗ്രിൽ ചെയ്തെടുത്ത് കഴിഞ്ഞു, പാൻ ഗ്രിൽഡ്. ഇനി ഇത് ഫുള്ള് വെന്തോന്ന് വെച്ചാൽ വെന്തിട്ടില്ല, പുറമേ ഉള്ള ആ ഒരു ആഡംബരമാണ്, ഉള്ളിലേക്ക് കുറച്ചുകൂടെയൊക്കെ വേഗമുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് നല്ലൊരു സ്മോക്ഡ് മണവും കൂടി വരണം. നല്ല റിയലായിട്ട് ഗ്രില്ല് ചെയ്യുകയാണെങ്കിൽ ഒരു സ്മോക്ഡ് മണം വരുമല്ലോ. അതിനായിട്ട് ഞാൻ കുറച്ച് കരിക്കട്ട ചാർക്കോളിങ്ങനെ അടുപ്പ് കത്തിച്ചിട്ട് കരിയാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഫ്ലെയിം പിടിച്ചിട്ട് അതിൽ കനൽ പോലെ ആകും. അത് കഴിഞ്ഞാൽ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് കുറച്ച് നെയ്യോ ഓയിലോ ഒഴിച്ചാൽ, നമ്മൾ കുറച്ച് നെയ്യ് ഒഴിക്കും. നെയ്യ് ഒഴിച്ചിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് പുക വരും. ആ പുക വരുമ്പോൾ ആ ഒരു പാത്രം നമ്മൾ ഈ ചിക്കൻ്റെ ഇടയിലേക്ക് വെച്ചിട്ട് പാത്രം ഒന്ന് ക്ലോസ് ചെയ്ത് വയ്ക്കും. ആ ഒരു സ്മോക്കി ഫ്ലേവർ ചിക്കന് കിട്ടും. അപ്പോൾ അങ്ങനെ അടച്ച് വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിതുപോലൊരു കുഴിയുള്ള പാത്രത്തിലേക്ക് ചിക്കൻ മാറ്റുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ചിക്കൻ്റെ പീസസ് ഞാനിതിലേക്ക് മാറ്റുന്നു. ഈ ഒരു സ്മോക്കി ഫ്ലേവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അടുക്ക് ഇച്ചിരി സ്പേസ് ഇടാം, നമ്മുടെ ഒരു കിണ്ണം എടുത്ത് വെക്കാനായിട്ട് ആ കനലോടുകൂടി. അപ്പോൾ നമ്മുടെ കരി ഏതാണ്ട് ചാർക്കോൾ ഇങ്ങനെ കരിഞ്ഞ് ആ ഫ്ലെയിമൊക്കെ വന്നിട്ട് നല്ല എന്താ പറയുക കനൽ പോലെ എനിക്ക് കാണാം. ഒരു ഓറഞ്ച് കനലിങ്ങനെ രൂപപ്പെട്ട് കഴിഞ്ഞു. ഇനി തീ ഓഫ് ചെയ്തിട്ട് നല്ല കരിഞ്ഞ് വരുന്നു. ഇനി ഇതിനകത്തേക്ക് തന്നെ വയ്ക്കാം. ഈ 3 കനലും ഇതിനകത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് ഒരല്പം നെയ്യ് ഒഴിക്കാം. ഓക്കെ, ഇത് നന്നായിട്ട് പോകാം. അതിൻ്റെ ഒരു എന്താ പറയുക സ്മോക്ക് ഫോം ചെയ്യും. അത് ആ ചിക്കനിലേക്കൊക്കെ ആ ഫ്ലേവർ കൊടുക്കും, സ്മോക്ഡ് ഫ്ലേവർ. അപ്പോൾ നല്ലതായിട്ട് എയർ ടൈറ്റായിട്ടാണ് അടച്ചിരിക്കുന്നത്. കാണുന്നുണ്ടല്ലോ അല്ലേ, അകത്തിങ്ങനെ പുക ഇങ്ങനെ ബബിൾ ചെയ്ത്. ഞാൻ ഈ ഒരു ചെറിയ ഹോളുള്ളത് ഞാൻ എൻ്റെ ഫിംഗർ കൊണ്ട് ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇത് എയർ ടൈറ്റായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഓക്കെ, അല്പസമയം ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ നല്ല സ്മോക്ഡ് ഫ്ലേവർ ആ ചിക്കന് കിട്ടും. തന്തൂരി ചിക്കനൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സ്മോക്ഡ് ഫ്ലേവറില്ലേ, അത് കിട്ടും. അപ്പോൾ ബട്ടർ ചിക്കനൊക്കെ ചെയ്യുമ്പോഴും ചിക്കൻ ഇങ്ങനെ ചെയ്തിട്ട് ബട്ടർ ചിക്കൻ്റെ ഗ്രേവിയിലിട്ടാൽ വളരെ നല്ലത്. നമുക്ക് അതായത് ശരിക്കുള്ള ഗ്രില്ല് നമ്മുടെ വീട്ടിലില്ലെങ്കിൽ അടുപ്പിലാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നതെങ്കിൽ ഇതുപോലെ പാനിലാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ചിക്കൻ ഒരു സൈഡിൽ ഇങ്ങനെ സ്മോക്ഡ് ആയിട്ടിരിക്കട്ടെ, സ്മോക്ക് ഇങ്ങനെ കയറി ഏകദേശം ഒരു 5-10 മിനിറ്റ് ഇങ്ങനെ ഇരുന്നോട്ടെ. 6 to 7-8 മിനിറ്റ്സ് ആ ഒരു ഫ്ലേവർ വരട്ടെ ഇൻഫ്യൂസ്ഡ് ആയിട്ട്. ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് ഗ്രേവി ഉണ്ടാക്കി തുടങ്ങാം. ഗ്രേവി എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ അരച്ചെടുത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ച ഗ്രേവിയുടെ ബാക്കി ഇവിടെ ഉണ്ട്.
ചിക്കനിൽ നിന്നും മാക്സിമം നമ്മൾ ആ ഗ്രേവി മാറ്റിയിട്ടാണ് ഇത് ഗ്രിൽ ചെയ്യുന്നത്. പക്ഷേ എങ്കിലും ആ ഗ്രേവിയും കൂടി ചേർന്നിട്ടാണ്, ആ മാരിനേഷനും കൂടി ചേർന്നാണ് ചിക്കൻ ഗ്രില്ലായി വന്നിരിക്കുന്നത്. ഇനി നമ്മൾ അടുപ്പിലേക്ക് നെയ്യും വെണ്ണയും കൂടി ചേർന്ന ഈ ഒരു മിശ്രിതം അത് ഇതിലേക്ക് ഒഴിക്കാം. അങ്ങനെ ബട്ടർ ആൻഡ് ഗീ കോമ്പിനേഷൻ നല്ല ചൂടായി കഴിഞ്ഞു. ആദ്യമേ തന്നെ ഇതിലേക്ക് ബേ ലീഫ് ഇടാം. 1 or 2. യെസ്. ഇനി കുറച്ച് ഹോൾ സ്പൈസസ്. പട്ട, നമ്മൾ ഇതുവരെ ഗരം മസാലയുടെ ഒരു കാര്യവും ചേർത്തിട്ടില്ല. പട്ടയുടെ പീസ് ഒരു വലിയ കഷ്ണം പീസസ് ആക്കിയത്, പിന്നെ ഒരു 3-4 പീസ് ഏലക്ക, പിന്നെ ഒരു 5-6 ഗ്രാമ്പു. എല്ലാ കാര്യങ്ങളും ചേർത്ത് വയ്ക്കും. അപ്പോൾ സ്പൈസസിൻ്റെയൊക്കെ മണം വന്നു. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ബാക്കിയുള്ള ചിക്കൻ മുങ്ങിക്കിടന്ന ഗ്രേവി തന്നെയാണിത്. അതിൻ്റെ ഒരു മാരിനേഷൻ്റെ ബാലൻസാണ്. അപ്പോൾ റോ ചിക്കനാണ് ഇതിനകത്ത് കിടന്നത്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മൾ നന്നായിട്ട് ബോയിൽ ചെയ്ത് നല്ല ഗ്രേവി ആയിട്ട് തന്നെയല്ലേ നമ്മൾ തയ്യാറാക്കുന്നത്. ഇതൊന്ന് നന്നായിട്ട് അതിൻ്റെ ഒരു റോ ടേസ്റ്റൊക്കെ പോകണം. പിന്നെ ഈ ഗ്രേവിയിലേക്ക് നമ്മൾ ഗരം മസാല പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും ചേർക്കാം. കസൂരി മേത്തി പൗഡർ അതും ഒരു 1/4 ടീസ്പൂൺ ചേർക്കാം. പൊടിച്ചതാകാം, അല്ലെങ്കിൽ ഇലയായിട്ടാണെങ്കിൽ കൈ കൊണ്ടൊന്ന് ഞെരടി ഇട്ടാൽ മതി. ഇവിടെ സ്മോക്കെല്ലാം കഴിഞ്ഞു. ക്ലിയറായി ഫുൾ. അതിൻ്റെ ഒരു സ്മോക്കി ഭയങ്കര ചൂടാണ്, സമയത്തെടുക്കാം. ഇപ്പം എല്ലാ കാര്യങ്ങളും കൂടി കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് സെറ്റായി വരട്ടെ. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം നല്ല സോട്ടായി വന്നിട്ടുണ്ട്. 1 കപ്പ് വെള്ളം ചേർത്ത് ഇനി എല്ലാം കൂടി കിടന്നൊന്ന് നല്ലതായിട്ട് തിളക്കട്ടെ. അപ്പോൾ ആദ്യം നമ്മൾ ഗ്രേവി നന്നായിട്ടൊന്ന് വഴറ്റി ആ ഒരു പച്ചച്ചുവയൊക്കെ മാറി ഓയിലൊക്കെ തെളിയുന്നൊരു പാകമാകും. എന്നിട്ടാണ് നമ്മൾ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തു. ഇപ്പോൾ അത് തിള വന്നു തുടങ്ങി. ഇനി ഈ സ്മോക്ഡ് ആൻഡ് ഗ്രിൽഡ് ചിക്കൻ നല്ല തിള വരുന്നു. ചിക്കൻ്റെ പീസസും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് കുറച്ചുകൂടി വേകാനുണ്ട്. കംപ്ലീറ്റായിട്ട് കുറേ പീസസൊക്കെ കുറച്ചൊക്കെ ചെറിയ പീസസ് കുറച്ചുകൂടെ പെട്ടെന്ന് വേകുമല്ലോ. ഉള്ളിലേക്ക് കുറച്ചുകൂടി എല്ലാം ഒന്ന് വെന്ത സെറ്റായി. കുറച്ച് ഗ്രേവിയുടെ അംശങ്ങൾ അതിലും പറ്റിയിരിക്കുന്നുണ്ട്. അതിൽ ഗ്രിൽ ചെയ്തപ്പോൾ കവേർഡായിരുന്നു കേട്ടോ. ഇത് ആ ഒരു ബട്ടർ ബാലൻസ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി കിടന്നൊന്ന് വേകട്ടെ. തീ ഒരൽപ്പം കുറയ്ക്കാം. പാത്രം ഒന്ന് അടച്ച് ഈ ഗ്രേവിയിൽ കിടന്ന് വെന്തൊന്ന് കുറുകി വരും. അപ്പോൾ തീ ഒരൽപ്പം ഒന്ന് കുറയ്ക്കണം. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ അടപ്പെല്ലാം മാറ്റി. അപ്പോൾ പാകത്തിനെല്ലാം വെന്തു. പിന്നെ ചെറിയ തീയിലിങ്ങനെ ഓപ്പൺ ആയിട്ട് ഇട്ടിരിക്കുമായിരുന്നു. നോക്കേ, ഗ്രേവിയൊക്കെ നല്ല കുറുകി തിക്കായി, കഷ്ണങ്ങളൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. പെർഫെക്റ്റ്ലി ഡൺ. നമ്മുടെ അഫ്ഗാനി ചിക്കൻ ഈസ് റെഡി. ഇനി വേറൊന്നും ചെയ്യാനില്ല, പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇങ്ങനെ എണ്ണയൊക്കെ ഇങ്ങനെ എണ്ണയല്ല, ശരിക്കും നെയ്യ് ബട്ടറൊക്കെ ആണല്ലോ ഉപയോഗിച്ചത്. അതൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നൊരു പാകമായിട്ട് തീ ഓഫ് ചെയ്യുന്നു. അങ്ങനെ അഫ്ഗാനി ചിക്കൻ റെഡി ആയിക്കഴിഞ്ഞു. എൻ്റെ മേളിൽ ഇനി കുറച്ച് മല്ലിയില അരിഞ്ഞതിട്ടിട്ട് ചെറിയൊരു അലങ്കാരം കൊടുക്കാം. ഒരു കോൺട്രാസ്റ്റ് ഗ്രീൻ. ഇതിലെല്ലാം ധാരാളം മല്ലിയിലയൊക്കെ നമ്മൾ ചേർത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല തിക്ക് ആൻഡ് റിച്ച് ഗ്രേവി. യെസ്, റെഡി.
നമ്മുടെ അഫ്ഗാനി ചിക്കന് ഏറ്റവും ബെസ്റ്റായിട്ട് കഴിക്കാൻ പറ്റിയ തന്തൂരി, റോട്ടി, നാൻ അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. ചപ്പാത്തിക്ക് നല്ലതായിരിക്കും. പിന്നെ നമ്മുടെ നല്ല വൈറ്റ് റൈസോ പുലാവ് അങ്ങനത്തെ കാര്യത്തിനൊക്കെ നല്ലതായിരിക്കും. ഗീ റൈസ് ഒക്കെ നല്ലതായിരിക്കും. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടമാവും. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവനിലൂടെ കാണാം.